മോദം അതിമോദം മോദമേ വാഗ്ദത്തകാലം സാദരമണഞ്ഞിടും നാഹോ. മോദം അതിമോദം മോദം ഹേ വാഗ്ദത്തകാലം സാദരമണഞ്ഞിടും നാഹോ. ജാതിഭേദവാദം തീർന്നു ജാതികളൊന്നായിടുന്നു. ജാതിഭേദവാദം തീർന്നു ജാതികളൊന്നായിടുന്നു. യൂദജാതിയും മുതിർന്നു ജാതമോദം പാടിയിടുന്നു. യൂദജാതിയും മുതിർന്നു ജാതമോദം പാടിയിടുന്നു. മോദം അതിമോദം മോദം ഹേ വാഗ്ദത്തകാലം സാദരമണഞ്ഞിടും നാഹോ. അന്നു കാനനങ്ങൾ പൂക്കുമേ സിയോൻ്റെ മക്കൾ നന്ദിയോടെ പാടിയാർക്കുമേ. അന്നു കാനനങ്ങൾ പൂക്കുമേ സിയോൻ്റെ മക്കൾ നന്ദിയോടെ പാടിയാർക്കുമേ. അന്ന് സുവിശേഷ കോടി മനിടെ ജയം കൊണ്ടാടി. അന്ന് സുവിശേഷ കോടി മനിടെ ജയം കൊണ്ടാടി. ഉന്നതമായന്നു ജനം സന്നിധി പാടി വാസിക്കും. ഉന്നതമായന്നു ജനം സന്നിധി പാടി വാസിക്കും. മോദം അതിമോദം മോദം ഹേ വാഗ്ദത്തകാലം സാദരമണഞ്ഞിടും നാഹോ. മോദം അതിമോദം മോദം ഹേ വാഗ്ദത്തകാലം സാദരമണഞ്ഞിടും നാഹോ. ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണാസമ്പന്നനെ, വാഗ്ദത്തങ്ങളെ വിശ്വസ്തനെ, വാക്ക് പറഞ്ഞാൽ മാറാത്ത ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ സന്ധ്യയ്ക്കായി സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്നപ്പാ, സ്തോത്രം ചെയ്യുന്നു. പകൽക്കാലം മുഴുവനും ഞങ്ങളെ കാത്തല്ലോ, സൂക്ഷിച്ചല്ലോ, പരിപാലിച്ചല്ലോ. ജീവനും ഭക്തിക്കും വേണ്ടുന്നതെല്ലാം ഞങ്ങളെ പോറ്റി പുലർത്തി തോർത്ത് സ്തോത്രം. ഞങ്ങളുടെ വാഹനയാത്രയിലും വഴിയാത്രയിലും എല്ലാം കർത്താപ്പച്ചൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ ഇടയായി തീർന്നു. എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സ്തോത്രം സ്തോത്രം സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യയെങ്കിൽ കർത്താവിനെ ഒന്ന് പാടി മഹത്വപ്പെടുത്തുവാൻ തക്കണം. ഭൂമിയുടെ വരപ്പിൽ തന്ന ആയുസ്സിനായി ആരോഗ്യത്തിനായി സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവേ, അവിടുത്തെ സന്നിധിയിൽ കഴിക്കുന്ന ഒരു നിമിഷം അത് വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമാകിയാൽ അപ്പൻ്റെ പാദപീഠത്തിൽ ഇരുന്ന് അങ്ങയൊന്ന് സ്തുതിപ്പാനും പ്രാർത്ഥിപ്പാനും ആരാധിപ്പാനും കൃപ തന്നതാർത്ത് നന്ദി പറയുന്നു. കർത്താവേ, ഇന്നല്ല സന്ധ്യയെങ്കിൽ അപ്പാ പിതാവേ എന്ന് നോക്കി വിളിക്കുക. ഈ രാത്രികാലം എൻ്റെ പ്രാർത്ഥന ചോദിച്ച പ്രിയപ്പെട്ടവരുണ്ട്. കർത്താവേ, സുഖകരമായി ഉറങ്ങണം, ക്ഷീണം ഭാരം മാറ്റണം, എല്ലാ സൗഖ്യവും കൊടുക്കണം, സമാധാനത്തിൽ കാത്തോണം. സ്വർഗത്തിലെ കാഴ്ച കണ്ട് ഉറങ്ങി ഉണർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തി എഴുന്നേൽപ്പാൻ എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചനെ ഇടയാക്കണം നടിയനങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ഭവനങ്ങളും പരിസരങ്ങളും ദൂരത്തും ചായത്തുമായിരിക്കുന്നവരും അനാഥരും വിധവകളും രോഗികളും ആശുപത്രി മുറിക്കുള്ളിലും ഐസിയുലും സിസിയിലും വെന്റിലേറ്ററിലും ഒക്കെ കിടക്കുന്നവരും, ഹല്ലേലൂയ കർത്താവേ, വേർപാടിൻ്റെ ദുഃഖം അനുഭവിക്കുന്നവരെയും എല്ലാം ചേർത്ത് വയ്ക്കുകയാണ്. അങ്ങയുടെ സന്നിധിയിലെ സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ട്. അവിടുത്തെ വലത്ത് ഭാഗത്ത് എന്നും പ്രമോദമുള്ളത് കൊണ്ട് അങ്ങയുടെ പാദപീഠത്തിലോട്ടടി ഏൽപ്പിച്ചു തരുന്ന ഓരോ പ്രാർത്ഥനകളെയും സ്വർഗം അംഗീകരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വേദനാ വിഷയങ്ങളെല്ലാം സമ്പൂർണ്ണമായി അറിയുന്നല്ലോ. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളെ സ്വർഗം കാണുന്നല്ലോ. എൻ്റെ അപ്പാ, അവിടുന്ന് അനുഗ്രഹിച്ച് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പഠിക്കുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കുന്നു. റിസൾട്ട് കാത്തിരിക്കുന്ന മക്കളെ ഏൽപ്പിക്കുന്നു. അവരുടെ ഭാവിക്കായി പ്രാർത്ഥിക്കുന്നു. മനസ്സാന്തരമുള്ള കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മദ്യപാനികളെ ഓർത്ത് ഭാരപ്പെടുന്നവരെ, കരയുന്നവ ജീവിതങ്ങളെ ഓർക്കുന്നു. ആമേൻ. മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലൊക്കെ ഓരോരുത്തരുമായി തീരുവാൻ ഇടയാക്കണമേ കർത്താവെ. കുടുംബസമാധാനമില്ലാത്തവർ, കടഭാരത്തിൻ്റെ നടുവിൽ വലയുന്നവർ, ഭവനമില്ലാത്ത ജീവിതങ്ങൾ, വാടക ഭവനങ്ങളിൽ കഴിയുന്നവർ, അങ്ങനെ പലവിധ വേദനകളുടെ നടുവിൽ കൂടി കഴിയുന്ന ജീവിതങ്ങളോട് സ്വർഗത്തിലെ അപ്പച്ചൻ മനസ്സലിയണം. ഈ രാത്രികാലം ഞങ്ങളെ അവിടുന്ന് ഭദ്രമായ ചെറുകടിക്കുള്ളിൽ മറയ്ക്കണം. ഭവനം, പരിസരം, അതിരുവരമ്പ്, വസ്തുവക സർവ്വസമ്പത്തും യേശുപ്പച്ചൻ്റെ രക്തത്തിൽ മുദ്രകുത്തുന്നു. ദൂതന്മാരാൽ ഞങ്ങളെ കാവൽ ചെയ്യണം. സംഹാരൻ കടന്നു വരാത്ത കോട്ടകളെ കാത്തുകൊള്ളണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. സ്തോത്രം സ്തോത്രം.